വാറൻ ബഫറ്റിനാണ് ഇപ്പൊ 150 ബില്യന്റെ മുകളിൽ ഉണ്ടാവുമായിരിക്കും പുള്ളിന്റെ ഇത്. കാരണം സൗദി അറാംകോ പിന്നെ ഈ ബർഷത് ഹാർവേസ് ഒക്കെയാണ് എസ്പെഷ്യലി നല്ല രീതിയിൽ ഇത് കൊണ്ടുത്തരുന്നത്. എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത്. ഓ, പ- $10,000 $147 ബില്യൺ ആക്കി പുള്ളി മാറ്റിയേക്കുന്നത്. എല്ലാ ഹെഡ്ജ് ഫണ്ടും എല്ലാ നല്ല മേജർ ഷെയർസും എല്ലാം നല്ല രീതിയിൽ തന്നെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളീൻ്റെ കമ്പനിയിൽ ഏകദേശം പണ്ടൊക്കെ $1 എടുത്തായിരുന്നെങ്കിൽ ഇന്നത് എത്ര ശതമാനമാവും? $1 പണ്ട് ആ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് 54,000 സംതിങ് ഡോളറൊക്കെ ആയിട്ട് കിട്ടുന്നു. ഒരു സ്റ്റഡി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഇവിടെ എക്വിറ്റി ഫാമിലി ആൻഡ് കോംപ്ലക്സ് ആണോ? ഇറ്റ്സ് ദ ഓപ്പോസിറ്റ്. അതെന്താണ് ഓപ്പോസിറ്റ്? 10% കാഷ് ഇൻ ഷോർട്ട് ടേം ഗവൺമെൻറ് ബോൺസ്. 10% ഗവൺമെൻറ് ബോൺസിലിടും, പക്ഷെ അത് ഷോർട്ട് ടേമിലായിട്ടായിരിക്കും. അതേപോലെ തന്നെ 90% വെരി ലോ കോസ്റ്റ് S&P. 90% എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആയിട്ടുള്ള S&Pയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായിരുന്നു അവർ പറഞ്ഞേക്കുന്നത്. നോ ക്രിപ്റ്റോ ഇല്ല, ഹെഡ്ജ് ഫണ്ടും ഇല്ല, നോ സ്റ്റോക്ക് പിക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ബോൺസ് ആൻഡ് SIP 500. ഓ, വൈ സോ സിമ്പിൾ? ബിക്കോസ് ബഫറ്റ് നോട്ട്സ് 90% cannot beat the market. അങ്ങനെയൊക്കെ അറിയാലേ. ആൻഡ് മോസ്റ്റ്ലി റീപ്ലൈസ് യെസ് ആയിരിക്കാം. പുള്ളിയൊക്കെ പറഞ്ഞ ഇൻവെസ്റ്റർ അല്ലേ. ഗോൾ വളരെയധികം സിമ്പിളായിരുന്നു. ഓൺ എ പീസ് ഓഫ് ദി ബെസ്റ്റ് അമേരിക്കൻ കമ്പനീസ് ആൻഡ് ലെറ്റ് കോമ്പൗണ്ടിങ് ഡു ദ വർക്ക്. ബെസ്റ്റ് എല്ലാ അമേരിക്കൻ കമ്പനിയിലും പുള്ളിക്ക് നല്ല രീതിയിൽ ഒരു ക്യാഷ് സാധനം വേണമായിരുന്നു. ഇറ്റ്സ് നോട്ട് എക്സൈറ്റിംഗ് ബട്ട് ഇറ്റ് വർക്ക്സ്. പുള്ളിക്ക് അത് വർക്ക് ചെയ്തു. പുള്ളിക്ക് തന്നെ അത് കൊക്കക്കോളേൻ്റെ നല്ലൊരു 10% ഓഫ് ഷെയർസ് പുള്ളീൻ്റെ അടുത്തുണ്ട്. ഇതുണ്ട്, പിന്നെ ആപ്പിളിലുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ കുറേ കമ്പനികളുണ്ട്. വുഡ് ഹാവ് ടേൺഡ് 10% again. Oh, sorry that the bond smooth volatility, the low fees keep more money in your pocket. Wow. കൺസിസ്റ്റൻസിയും കോംപ്ലക്സിറ്റിയും കൊണ്ടാണ് പുള്ളി അണ്ണനെടുത്ത് കളിച്ചത്. മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഡു ദ ഓപ്പോസിറ്റ്. ചേസ് ട്രെൻഡ്സ്, പാനിക് ഡ്യൂറിങ് ക്രാഷസ്, പേ ഹൈ ഫീസ് ആൻഡ് അണ്ടർ പെർഫോം ഫോർ ഡെക്കേഡ്. അങ്ങനെ കുറേ ഇതും സ്റ്റോക്കുകൾ ആക്ച്വലി ഉണ്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന കുറേ. ബഫറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ ഡിസൈൻ എ പ്ലാൻ ദാറ്റ് അവോയ്ഡ്സ് ഓൾ ദാറ്റ്. എല്ലാ പ്ലാൻ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനം എടുത്തിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ബില്യണേഴ്സിന് വേണ്ടി അല്ലായിരുന്നു. ഫോർ എനി മാൻ ഹൂ തിങ്സ് ലോങ് ടേമിലേക്കായിരുന്നു പുള്ളി മെയിനായിട്ട്. ഹൈപ്പൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. അതേപോലെ ട്രസ്റ്റ് ദ പ്രോസസ്സ്, അതാണ്. അതായത് ഇങ്ങനെ പതുക്കെ നമ്മൾ ലീവ് ചെയ്യാന്നുള്ള കാര്യമില്ല. അതേപോലെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ലീവ് ചെയ്യുക, അതാണ് ആക്ച്വലി അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്. When Buffett admits most people shouldn't pick stocks, they should just buy the index. Yes, അതൊരു സത്യമാണ്. അതായത് ഈ പണത്തിൻ്റെ വലുപ്പം കണ്ടിട്ട് നമ്മൾ കുറേ ആൾക്കാർ തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ഭംഗിയിട്ടുണ്ട് ഗൈസ്. അതൊരു കാര്യം തന്നെയാണ്, അത് വേറൊരു സത്യം തന്നെയാണ്. വെൽത്ത് ഈസ് ഇൻ ബിൽഡ് ബൈ ബീങ് ക്ലവർ. ഇറ്റ്സ് ബിൽഡ് ബൈ ബീങ് ഡിസിപ്ലിൻഡ് ആയിരിക്കുക. റെപ്പറ്റീഷൻ ബൈ ഗ്രേറ്റ് കമ്പനീസ്. എല്ലാം ഗ്രേറ്റ് കമ്പനീസ് ആണ്. ഹോൾഡ് ദം ഫോർ അവർ. എല്ലാം അവരെ വളരെയധികം ഹോൾഡ് ചെയ്യണം. ഇഗ്നോർ ദ നോയ്സ്. എല്ലാത്തിനും ഇഗ്നോർ. ഇത് മറ്റേ കൊക്കക്കോള വല്ലതും കുടിക്കുന്ന ഇതായിരിക്കുമോ? ദാറ്റ്സ് എൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞു. വാറൻ ബഫറ്റ്